ഈ മാച്ച് ഡേയിൽ 3 മത്സരങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും കാത്തിരിക്കുന്നത് ആ മത്സരത്തിന് വേണ്ടി തന്നെയാണ്. പോർച്ചുഗൽ ക്രൊയേഷ്യ പോരാട്ടം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30-ക്കാണ് ഈ ആവേശ പോരാട്ടം. റൗണ്ട് ഓഫ് 32-ലെ ഈ മത്സരം എന്തായാലും ആവേശകരമായ മത്സരം. അതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് പോർച്ചുഗലിനായിരിക്കുമോ അതോ ക്രൊയേഷ്യക്കായിരിക്കുമോ എന്നതാണ് വല്ലാത്ത ഒരു ആകാംക്ഷയുള്ളത്. പറഞ്ഞതുപോലെ 2 ഇതിഹാസ താരങ്ങൾ, അവരുടെ അവസാന ലോകകപ്പാണ് ഇത്. അതിൽ മുന്നോട്ട് പോകുന്നത് ആരായിരിക്കും ആ വലിയ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോകുന്നത് എന്നതാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് നമുക്ക് അസർ ബിൻ അസീസിനെ കൂടി സ്വാഗതം ചെയ്യാം. അസർ, സ്വാഗതം. അപ്പോൾ ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ മാച്ച് ഡേയിൽ 3 മത്സരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കാത്തിരിക്കുന്നത് ഈ പോരാട്ടത്തിന് വേണ്ടി തന്നെയായിരിക്കും. ക്രൊയേഷ്യ ഒപ്പം തന്നെ പോർച്ചുഗൽ. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 2 താരങ്ങൾ തന്നെയായിരിക്കുമല്ലോ. തീർച്ചയായും നമ്മൾ ഈ 3 മത്സരങ്ങളിൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതോടൊപ്പം തന്നെ ലൂക്ക മോഡ്രിച്ചും തമ്മിലുള്ള ആ മത്സരത്തിലേക്കാണ്. ഒരുപക്ഷെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ ഇവരുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഏറെ പ്രതീക്ഷയോടുകൂടി വന്ന ഇരു ടീമുകളാണ്. നമുക്ക് അതുകൂടി അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതായത് ഈ ലോകകപ്പിൽ എങ്ങനെയായിരുന്നു പോർച്ചുഗലിന്റെ പ്രകടനം ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് അവർ ഈ റൗണ്ട് ഓഫ് 32-ലേക്ക് മുന്നേറി എന്നത് നമുക്ക് വിശദമായി നോക്കാം. ആ ഒരു പ്ലേറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രകടനമായിരുന്നു പോർച്ചുഗലിൻ്റെത്. പക്ഷേ അവർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്നുള്ളത് സംശയമാണ്. കാരണം 3 മത്സരങ്ങളിൽ ജയിക്കാനായത് ഒരൊറ്റ മത്സരത്തിലാണ്. അത് ഉസ്ബെക്കിസ്ഥാനെ പോലൊരു താരതമ്യേന ദുർബലരായ ഒരു ടീമിനെതിരെയായിരുന്നു. അതിൽ തന്നെ ആദ്യം കോങ്കോക്കെതിരെ ഗോൾ രഹിത സമനിലയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരമാണ് എന്തെങ്കിലും എടുത്ത് പറയാനുള്ളത്. തീർച്ചയായും, അതായത് 3 മത്സരങ്ങൾ കഴിയുമ്പോൾ ആദ്യ മത്സരത്തിൽ അപ്രതീക്ഷിതമായ ഒരു സമനില നേടുന്നു. ആ സമനില എന്ന് പറയുന്നത് തന്നെ പോർച്ചുഗലിൻ്റെ ഏറെ പ്രതീക്ഷയോടുകൂടിയുള്ള ആ ഒരു കടന്നുവരവിനെ തുരങ്കം വെക്കുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം 2ാം മത്സരത്തിലാണ് ഒരുപക്ഷെ ഒരു തിരിച്ചുവരവ് പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ക്രിസ്ത്യാനോ ആ ഒരു പെർഫോമൻസിലേക്ക് ഉയർന്നു വരുന്നത്, 2 ഗോൾ അടിക്കുന്നു. അതോടൊപ്പം തന്നെ 5 ഗോളുകൾ ടീം കണ്ടെത്തുന്നു. എന്നാൽ 3ാം മത്സരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കഥകൾ മാറുകയാണ്. അവിടെ ഒരു സമനില 2 സമനിലയും 1 ജയവും മാത്രമാണ്. നമ്മൾ ഒരുപക്ഷെ 3 മത്സരവും ജയിച്ച് ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായി മുഴുവൻ 9 പോയിന്റ് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. അതായത് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി മാറുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വിശദമായി നോക്കാൻ പോകുന്നത് ആ 3 മത്സരങ്ങളിൽ എങ്ങനെയായിരുന്നു അവരുടെ പ്രകടനം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 3 മത്സരങ്ങളിൽ 1 ജയവും 2 സമനിലയും ഒക്കെ തന്നെയായിരുന്നു. 6 ഗോൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 1 ഗോളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഓരോ മത്സരവും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യ മത്സരത്തിൽ ആഫ്രിക്കയിൽ നിന്നെത്തിയ കോങ്കോയോടാണ് അവർ ഏറ്റുമുട്ടിയത്. അതിൽ 1-1 സമനില. ഒരുപക്ഷെ പോർച്ചുഗൽ ആ മത്സരത്തിൽ ഗോൾ അടിച്ചു കൂട്ടുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. തീർച്ചയായും, അതായത് ആ മത്സരത്തിൽ ആദ്യം ലീഡ് എടുക്കുന്നു, പിന്നീട് കോങ്കോ ഒപ്പത്തിനൊപ്പം എത്തുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കൂടുതൽ ഗോളുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ വിജയ ഗോൾ കണ്ടെത്താനോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും കഴിയാതെ വരുന്നു. റൊണാൾഡോയുടെ പെർഫോമൻസ് വലിയ രീതിയിൽ ഒരു വിമർശനത്തിന് ഇടയാക്കി. കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റ ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് അടിക്കാൻ പറ്റിയില്ല. വെറും 25 പന്താണ് അന്ന് കാലിൽ തൊടാൻ പറ്റിയത് എന്ന് പറയുന്നത്. ഇത് റൊണാൾഡോയെ പോലെ ഒരു ഇതിഹാസ താരത്തിൽ നിന്ന് ലോകത്തെ എക്കാലത്തെയും മികച്ച ഗോപ്പിലെ എക്കാലത്തെയും അല്ലെങ്കിൽ ലോകത്തെ തന്നെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ നിന്ന് അങ്ങനെ ഒരു പ്രകടനം മതിയോ എന്നുള്ള വലിയ വിമർശനമാണ് ആദ്യ മത്സരത്തിൽ വരുന്നത്. പക്ഷേ അസർ പറഞ്ഞതുപോലെ തന്നെ 2ാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ വന്നപ്പോൾ റൊണാൾഡോ തന്നെ പറഞ്ഞതുപോലെ ഐ ആം ബാക്ക് എന്ന് തെളിയിക്കുന്ന അത്തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു 2ാമത്തെ ഉണ്ടായിരുന്നത്. അത് 5-0 ഒരു തകർപ്പൻ. അതിൽ 2 ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടുന്നു, പിന്നീട് 5 ഗോളുകൾ അടിക്കുന്നു. ഒത്തിണക്കത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു പോർച്ചുഗൽ ടീം ഒത്തിണക്കത്തിലേക്ക് വരുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു മത്സരമാണ്. ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ ആദ്യ മത്സരത്തിൽ വലിയ വിമർശനം ഉണ്ടാവുന്നു. അദ്ദേഹം തുറന്നു പറയുന്നു, കുടുംബത്തിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉണ്ടാകുന്നു, പന്ത് നൽകുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഗോളാവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. അതിനുശേഷം നടന്ന ഒരു മത്സരം. ആ മത്സരത്തിൽ വളരെ രസകരമായി ഈവൻ ഈ ബ്രൂണോ ഫെർണാണ്ടസിന് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാവുന്ന ഒരു പന്താണ് റൊണാൾഡോയ്ക്ക് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ വരുന്നത് ആ തരത്തിൽ നല്ല പ്രകടനം എന്താണോ പോർച്ചുഗലിൽ നിന്ന് ആരാധകർ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. പക്ഷേ 3ാം മത്സരത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ അവിടെയും നിരാശ. അവിടെ കൊളംബിയക്കെതിരെ, ഒരു പക്ഷേ പോർച്ചുഗലാണോ കൊളംബിയാണോ മികച്ച ടീമെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പോലും ചിന്തിക്കാതെ വേണമെങ്കിൽ പറയാം അത് പോർച്ചുഗൽ തന്നെയാണെന്ന്. പക്ഷേ ആ മത്സരത്തിലേക്ക് വന്നപ്പോൾ അവിടെ കൊളംബിയയുടെ ആധിപത്യം
ആധിപത്യമാണ്. അവിടെ ഗോൾ രഹിത സമനിലയാണ്. അവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒത്തിണക്കമില്ലാത്ത കളി കളിക്കുന്ന രീതിയിലേക്ക് മത്സരം പോകുന്നു. ഒരു പക്ഷേ അത്തരത്തിലൊരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകേണ്ട ടീമല്ല പോർച്ചുഗലിന്റെ ബെഞ്ച് സ്ട്രെങ്ത് ആണെങ്കിലും, അല്ലെങ്കിൽ പ്ലേയിങ് 11 നോക്കുമ്പോൾ, അവിടുത്തെ മികച്ച കളിക്കാരെ നോക്കുമ്പോൾ കൊളംബിയേക്കാൾ എന്തുകൊണ്ടും മുന്നിട്ട് നിൽക്കേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടേണ്ട ടീമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഒരു കളിയല്ല. ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇനി പറഞ്ഞ പോലെ ക്രോട്ടുകൾ ചെറിയ ടീമല്ല. കഴിഞ്ഞ തവണത്തെ സെമിഫൈനൽ 2018 ലോകകപ്പിലെ ഫൈനലിസ്റ്റുകൾ, അങ്ങനെ സമീപകാലത്ത് ഉഗ്രൻ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമിനോട് പോർച്ചുഗൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് പ്രതീക്ഷിക്കേണ്ടി വരും? തീർച്ചയായും. അതായത് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പല ഘട്ടങ്ങളിലും, നോക്കൌട്ട് ഘട്ടങ്ങളിൽ വമ്പന്മാരെ അട്ടിമറിച്ച് ശീലമുള്ള ഒരു ടീമാണ് ക്രൊയേഷ്യ എന്ന് പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. 2018 ലോകകപ്പിലാണെങ്കിലും 2022 ലോകകപ്പിലാണെങ്കിലും ബ്രസീലിനെ ഉൾപ്പെടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ച് മുന്നേറിയ ഒരു ടീമാണ്. അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള ഭയമോ ആശങ്കയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ടീമിന്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത്തിൽ ഇങ്ങനെ കളിച്ചാൽ പോരാ പോർച്ചുഗൽ എന്നുള്ളതാണ് പൊതുവിലത്തെ വിലയിരുത്തൽ. മൊത്തത്തിൽ ടീമിനിടയിൽ ഒരു ഒത്തിണക്കം ഉണ്ടാകണം, കൂടുതൽ ഗോളവസരങ്ങൾ സൃഷ്ടിക്കണം, അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ വിശ്വകിരീടം മോഹിച്ച് അവസാന ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോക്കായി ഈ ടീമിന് ഒരു കപ്പ് നേടിക്കൊടുത്ത് വലിയ കമ്പാരിസൺ വന്നത് മെസ്സിക്ക് കളിക്കുന്ന അർജന്റീനൻ ടീമും ഇപ്പുറത്ത് റൊണാൾഡോയെ ഒറ്റയ്ക്കാക്കി കളിക്കുന്ന പോർച്ചുഗൽ ടീം എന്നുള്ള തരത്തിലാണ് ആ ഒരു കമ്പാരിസൺ ഒക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു ചീത്തപ്പേര്, അല്ലെങ്കിൽ ആ ഒരു വിമർശനങ്ങളൊക്കെ മറികടക്കണമെങ്കിൽ ഒന്നായി നിന്ന് അദ്ദേഹം ഈ കിരീടം അവകാശപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അർഹതയുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ ഒരുപക്ഷെ മികച്ച പ്രഡിക്ഷൻ എന്താണ് ഈ മത്സരത്തിൽ? ഈ മത്സരം ഒരുപക്ഷെ ഗോൾ രഹിത സമനിലയായിരിക്കും. നിശ്ചിത സമയത്ത് ഷൂട്ടൌട്ടിലേക്ക് പോകും, അവിടെ പോർച്ചുഗൽ ജയിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ അപ്പുറത്തെ ലിവാക്കോവിച്ച് എന്ന ഗോൾ കീപ്പർ മറന്നുകൂടാ. കഴിഞ്ഞ തവണയൊക്കെ തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സേവ് ചെയ്ത ഉഗ്രൻ ഗോൾ കീപ്പറാണ് അവർ മറുവശത്തുള്ളത്. കോസ്റ്റയും അത്യുഗ്രൻ ഗോൾ കീപ്പറാണെന്ന കാര്യം മറക്കുന്നില്ല. എന്തായാലും പ്രഡിക്ഷൻ നടക്കട്ടെ എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.